ഇന്നത്തെ നമ്മുടെ വീഡിയോ R2E2 ഓസ്ട്രേലിയൻ്റെ ഫേമസ് മാമ്പഴമാണത്. R2E2 ഇതിൻ്റെ പേര് വരാൻ കാരണം എന്താ? R2E2 എന്ന് പേര് വരാൻ കാരണം ഇത് പാകി നമ്മുടെ ഇന്ത്യയിലൊക്കെയാണ് ഈ സീഡ്ലിംഗ് ഇങ്ങനെ പാകി പുതിയ വെറൈറ്റികൾ കണ്ടെത്താത്ത രാജ്യമാണ് ഇന്ത്യ മാമ്പഴയുടെ ഉത്ഭവിച്ച രാജ്യമാണെങ്കിലും. പക്ഷെ അവരൊക്കെ ഒരുപാട് വലിയ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇതുപോലെ വരിയായിട്ട് സീഡ്ലിംഗ് പാകി അതിനെ സ്റ്റഡി ചെയ്ത് അതിൽ നല്ല വെറൈറ്റികൾ കണ്ടെത്തിയതിൽ ഒരു വെറൈറ്റിയാണിത്. ഇത് നമ്മുടെ ഫ്ലോറിഡ വെറൈറ്റി കെൻറ്റിൻ്റെ സീഡ്ലിംഗ് ആണെന്ന് പറയപ്പെടുന്നു. കെൻറ്റിൻ്റെ സീഡ്ലിംഗ് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡോ തേർഡോ തലമുറ. ഇതിൽ വന്നിട്ട് രണ്ടാമത്തെ റോല് ABCD രണ്ടാമത്തെ E2 അങ്ങനെയാണ് ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ജംബോ റെഡ് എന്ന് തുടക്കകാലത്ത് അറിയപ്പെടുന്നു. കാരണം അതിൻ്റെ ആ ഒരു റെഡ് കളറ് നമുക്ക് പിന്നെ ഇവരൊക്കെ തന്നെ വെബ്സൈറ്റിൽ തന്നെ ഇത് പറയപ്പെടുന്നത് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക 600 മുതൽ 1 കിലോ വരെ ആണെന്നാണ് പറയപ്പെടുന്നത് ആവറേജ് വെയിറ്റ് വരുന്നത്. ഇതിപ്പോൾ രണ്ടും കൂടെ നമുക്ക് വന്നിട്ട് 1.5 കിലോ കിലോക്ക് ഏകദേശം ഇന്ത്യൻ മണി 600 രൂപ പുറത്ത് വിലയുണ്ട്. അത് ഗൾഫ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ഏകദേശം ഒരു 750 ഗ്രാം ടിപ്പിക്കൽ R2E2 സൈസാണ്. വളരെ അപൂർവമായിട്ട് ഒരു 1.25 കിലോ 1.5 കിലോ വരെയൊക്കെ ഇത് പോകാറുണ്ട്. സൈസ് കാണുന്നുണ്ട്, പക്ഷെ ഇത്ര റെഡ് കളർ കാണുന്നില്ല. പക്ഷെ റെഡ് കളർ ജനറലി ഈ ഷെയ്ഡ് സൂര്യൻ്റെ പ്രകാശം ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്നതാണ്. പ്ലസ് ഈ കുറേ ആളുകളുടെ പുറത്ത് ഈ ഫ്ലോറിഡക്കാരുടെ ഒക്കെ വീഡിയോസിൽ നമുക്ക് കാണാൻ പറ്റും കടൽ തീരത്തുള്ള മാമ്പഴങ്ങൾക്ക് ഈ പറയുന്ന റെഡ് ഷെയ്ഡ് കൂടുതൽ കാണുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. എനിവേ അത് നമുക്കിവിടെ പരീക്ഷ നോക്കേണ്ടതാണ്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പീൽ ചെയ്യണ്ട, നമുക്ക് ഇതിൽ നല്ല പഴുപ്പ് വന്നത് രണ്ടും ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ടേസ്റ്റ് രണ്ടുമിൻ്റെ നോക്കാമല്ലോ. പിന്നെ മറ്റൊന്നും ഒന്ന് കട്ട് ചെയ്ത് നോക്കും. ഇത് വന്നിട്ട് ഇത് പഴുപ്പ് കുറച്ച് കുറവാട്ടോ. പറ്റ അളിഞ്ഞു കൊണ്ട് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജ് കയറ്റിയത്. ഓക്കെ, ഒന്ന് സ്മെൽ ചെയ്ത് നോക്കി രണ്ടാളും. കർപ്പൂരം ഒന്ന് സ്മെൽ ചെയ്ത് നോക്കി. ഇത് നമ്മുടെ ഞെട്ടോട് ചേർന്നിട്ടുള്ള ഭാഗം അല്ലേ? ഞെട്ടിയുടെ ഭാഗം കർപ്പൂരം തന്നെ എനിക്ക് മണക്കണം. എന്താണ് ഇത്ര ഒരു ഹാർഡ് കർപ്പൂരം സ്മെൽ? ഒരു മണമുണ്ട് കർപ്പൂരമായിട്ട് ഒരു നമ്മുടെ എന്തോ ഒരു നാട്ടുമാമ്പഴത്തിന്റെ സ്മെല്ല് എനിക്ക് നാട്ടുമാമ്പഴത്തിന്റെ കർപ്പൂരം സ്മെല്ല് ചെയ്യുന്നത്. അത് എനിക്കൊരു നാട്ടുമാങ്ങയുടെ നല്ല ഫീൽ ചെയ്തു കേട്ടോ. മധുരം കുറവാണ് ഫസ്റ്റ് ടേസ്റ്റിൽ. ഇത് കുറച്ച് പൊളിയുണ്ട്. ഞാൻ വന്ന് അത്ര മൂത്തില്ലാതാണ്. ഇത് ചെറിയൊരു പൊളിയുണ്ട്. ഇതിന് പുളിയില്ല. ആ പുളി മീൻസ് ബേസിക്കലി അത് ഒരു 10% പഴുപ്പ് കുറവുണ്ട്. തൊലിക്ക് കയ്പൊന്നുമില്ല കേട്ടോ. തൊലിയോട് ചേർന്ന ഭാഗം വേറെ ടേസ്റ്റ് ആണല്ലേ. ഒരു കർപ്പൂരല്ല, വേറെ ടേസ്റ്റിലാണ് വരുന്നത്. നമ്മുടെ ഈ പരിസരങ്ങളൊക്കെ കാണുന്ന നാട്ടുമാങ്ങയില്ലേ, ഒരു നാടൻ മാങ്ങയിട്ട് നല്ല ബന്ധമുണ്ട് ഇതിൻ്റെ ടേസ്റ്റിന്. പക്ഷേ ഇത് എന്താ പറയുക, ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യില്ല ഇതിൻ്റെ. ഇത് ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഇതൊന്നുകൂടെ സീസൺ ആകുമ്പോൾ മെച്ചപ്പെടാൻ സാധ്യത കൂടുതലുണ്ട്. ഇത് ഏത് മാങ്ങയുടെ പഴുപ്പ് കുറഞ്ഞാൽ? അത് പഴുപ്പ് കുറഞ്ഞത്. ഇത് 17 ബ്രിക്സ് ഉണ്ട്. ഇതിൻ്റെ ആ ഒരു ശരിക്കും നല്ല പീസായിട്ട് എടുക്കാൻ പറ്റും. തീരെ ഉടയാത്ത കാമ്പാണ്. നല്ല ഹാർഡായിട്ടുള്ള ഒരു ഫ്ലഷ് ആണ്. നല്ലൊരു ടേബിൾ വെറൈറ്റി. ടേബിൾ ഫ്രൂട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മധുരം കുറച്ച് കുറവാണ്. ബാക്കി മാങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ മധുരം കുറച്ച് കുറവുണ്ട്. അല്ല, അത് R2E2 ഓൾറെഡി കഴിച്ചവരെല്ലാവരും പറയുന്ന ഒരു കാര്യം കൂടെ തന്നെ കേട്ടോ. R2E2 എക്സ്ട്രീംലി സ്വീറ്റ് ആയിട്ടുള്ള മാങ്ങയൊന്നുമില്ല. തൊലിയോട് കഴിക്കാട്ടോ. നമ്മൾ കഴിച്ച് മറന്നൊരു മാങ്ങയാണിത്. ഒരു നാടൻ വെറൈറ്റിയുടെ ടേസ്റ്റാണ് ശരിക്കും. ടേസ്റ്റ് വരുന്നുണ്ട്. തൊലിയോട് കൂടി ടേസ്റ്റ് കേട്ടോ. തൊലിയോട് കൂടി ഒരു നമ്മളിപ്പോൾ കഴിക്കുന്ന ഒരു ഓൾമോസ്റ്റ് ഒരു കർമുറ സ്റ്റേജിലാണ്. ഒന്ന് ഓക്കെ, ഈ മാമ്പഴം അത്യാവശ്യം നല്ല രീതിയിൽ, അത്യാവശ്യം മീൻസ് കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്നൊക്കെ പറയും. ചിലപ്പോൾ പഴുത്താൽ ഇത് അളിഞ്ഞു വരും. ഓൾമോസ്റ്റ് ഇത് കണ്ടോ, ഇങ്ങനെ
നീങ്ങി തുടങ്ങുന്നുണ്ട്. ഈ പാട്ടൊക്കെ ഇങ്ങനെ നീങ്ങി തുടങ്ങുന്നുണ്ട്. അപ്പോൾ സോ വേണ്ട, ഇതിനാണ് കുറച്ചൊരു പഴുപ്പ് കുറവെന്ന് പറയുന്നത്. തൊലി ശരി കഴിക്കാൻ പറ്റുന്നല്ലേ? തൊലി ടേസ്റ്റ് വരണമെങ്കിൽ തൊലിയോട് കൂടിയിട്ടാണ്. ഈ സൈഡോ ഇത് പോളിഎംബ്രിയോണിക്കാണ്, സീഡിട്ടാൽ കിട്ടൂല. വരുന്ന വെറൈറ്റിയാണ് ഈ R2E2. എന്താണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെടും അല്ലേ? ഒരു ഓവർ ഫ്ലേവർ അല്ല, ബട്ട് എവിടേക്കോ നമുക്കൊരു മൈൽഡ് ആയിട്ടുള്ള ഫ്ലേവർ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് നമ്മളെ നാട്ടിൽ വിളയുന്ന ഇതിനേക്കാൾ ഒരു 10 to 20% സ്വീറ്റ്നെസ് ഉണ്ടാവും, ഫ്ലേവറും വരും. അതിന് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇത്ര ഭംഗി ഉണ്ടാവുമോ ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. വെക്കേണ്ട സാധനം ഉണ്ടത് R2E2 വെക്കാം നമുക്ക്. ഒന്ന് ഇതിൻ്റെ സൈസ് തന്നെ 500 grams അബവ് വരിക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. തൊലി തന്നെ കേട്ടോ, തൊലിയോട് കൂടി ഒരു ടേസ്റ്റ്. നമ്മൾ R2E2യുടെ ടേസ്റ്റ് നോട്ട്സ് ആണ് ഇപ്പം കുറേ ആളുകൾ കാത്തിരിക്കുന്നുണ്ടാവും. എനിക്ക് ഇത് അണ്ടിയോട് ചേർന്നിട്ട് കുറച്ചൊരു തോത്താപ്പുരി ഫീൽ ചെയ്യുന്നുണ്ട്. തോത്താപ്പുരി കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അണ്ടിയോട് അടുത്ത്. പക്ഷെ തൊലിയോട് അടുത്ത് നമുക്കൊരു നാടൻ മാങ്ങയുടെ ഒരു ഉണ്ട്. പക്ഷെ തൊലിക്കൊരു തോത്താപ്പുരിയുടെ ഫീൽ ഉണ്ടോ? ഉണ്ട്, ചെറുതായിട്ട് ആ ഒരു തോത്താപ്പുരിയുടെ തൊലി നല്ല രസമുള്ള തൊലിയാണ്. തൊലിയോട് കൂടി കഴിക്കാം, തൊലി കഴിക്കാൻ പറ്റുന്നുണ്ട് ശരിക്കും, നല്ല കഴിക്കാം. പിന്നെ മറ്റ് ഒരു നാടൻ മാങ്ങയുടെ ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും എവിടെ അത് ഏത് മാങ്ങ പറയാൻ പറ്റുന്നില്ല നമുക്ക്. അത്ര പ്രശസ്തമല്ലാത്ത ഏതോ ഒരു എന്തായാലും പറ്റിയൊരു മാങ്ങ. നമ്മളെ ക്ലൈമറ്റ് നല്ലോണം കായ്ക്കുന്നുണ്ട്, നമുക്ക് വെക്കാൻ പറ്റിയൊരു മാങ്ങയാണ്. എന്തുകൊണ്ട് നമുക്ക് വെക്കാൻ പറ്റിയൊരു മാങ്ങ വെക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്കിപ്പോൾ ഒരു 17 TSS കിട്ടിയത്. ഇവിടെ ഒരു 20 വരെ ഇവിടെ ഒരു 20 ഈ എന്തായാലും കിട്ടും. കാരണം ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച വാങ്ങി 20 വരും. അപ്പോൾ ഒന്നുകൂടെ സാധനം ടേസ്റ്റ് ചെയ്യാം. അതെ, 20 വരികയാണെങ്കിൽ നല്ല മാങ്ങയാണ്. നല്ല ഒരു സൈസ് ഉണ്ടല്ലോ അല്ലേ, സൈസും കൂടുതലാണല്ലോ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ഒരു വീട്ടിൽ മേടിച്ച് വെക്കാൻ പറ്റിയൊരു മാങ്ങയാണ്. പിന്നെ എന്ന് പറയുന്നത് ഈ കളറിലേക്കൊക്കെ ഇത് വരികയാണെങ്കിൽ തന്നെ സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ, കാഴ്ച നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഒറ്റൊറ്റക്കായേ കായ്ക്കുള്ളെങ്കിലും കാണാൻ അടിപൊളി ഭംഗിയാണ്. ധാരാളം ആൾക്കാർ ഓൾറെഡി ഇത് വെച്ച് കഴിഞ്ഞ അതെ, ഒരുപാട് പേര് ചിലർക്ക് കായ്ച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം സത്യം പറഞ്ഞാൽ അതിൻ്റെ ആ നാടൻ ഫ്ലേവർ തപ്പി നടന്നു. അപ്പോൾ നമ്മൾക്ക് ആ കഴിച്ചു മറന്ന ഫീൽ എന്ന് പറയുന്നത് നമ്മൾ വളരെ അപൂർവമായിട്ട് നമ്മൾ കഴിച്ച ലാംഗ്രയുടെ ലാംഗ്രയ്ക്കും ആ ഒരു കർപ്പൂരല്ലേ കയറി വരുന്ന കുറച്ച് ഹാർഡ് കർപ്പൂരാണ്. ഇത് വളരെ ലൈറ്റ് ആയിട്ട് പൊതുവേ നമ്മൾ ആ തൊലി കഴിക്കുമ്പോഴാണ് നമുക്കത് ക്യാച്ച് ചെയ്യുന്നത്. ലാംഗ്രയുടെ അത് അങ്ങനെ ആലോചിക്കുന്നത് എവിടോ ഒരു മറന്നുപോയി, ബേസിക്കലി മിക്സ് ഓഫ് തോത്താപ്പുരി, ലങ്കര ഓർ കർപ്പൂരം, അങ്ങനെയൊക്കെ ഒരു ഫ്ലേവർ ആണ് ഇതിന് വരുന്നത്. പക്ഷെ വളരെ ലൈറ്റ് അതെന്ന് വെച്ചാൽ ലാങ്കര കുറച്ചും കൂടെ സ്വീറ്റ് ആണ്. അതെ അതെ, ഇതിനാ സ്വീറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കത് അങ്ങോട്ടേക്ക്. അതെ 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 അതെ. അപ്പോൾ ഇത് സ്വീറ്റ് വരുമ്പോൾ കുറച്ചും കൂടെ അതിലേക്ക് എത്താം. അപ്പോൾ കൂടുതൽ മാമ്പഴങ്ങൾ വരുമ്പോൾ നമ്മളിതിൻ്റെ അപ്ഡേറ്റുകൾ ഗ്രൂപ്പിൽ വിടും. നമ്മൾ നാട്ടിൽ കാഴ്ച കിട്ടുകയാണെങ്കിൽ അതെ, നമ്മൾ തീർച്ചയായിട്ടും നമുക്കൊരു നാട്ടിൽ കാഴ്ച നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. ഇതിൽ അപ്ഡേഷൻ അതിൽ കൊടുക്കണം. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് ഉള്ള വീഡിയോസാണിത്. ഇത് വല്ലപ്പോഴും വന്ന ഒരു മാങ്ങയുടെ റിവ്യൂ കണ്ടുപോകുന്നവർക്ക് ഇത് ചിലപ്പോൾ നമ്മുടെ ചാനൽ എത്രത്തോളം ഉപകാരപ്പെടുന്ന അറിഞ്ഞൂടാ. നമ്മൾ അപ്ഡേറ്റുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. മുന്നേ ചെയ്ത മാമ്പഴങ്ങളൊക്കെ എല്ലാ വർഷവും അതിൻ്റെ പല മൂപ്പും പല സ്റ്റേജിലുള്ള ഇങ്ങനെ നാട്ടിൽ കിട്ടിയ മാങ്ങ, അതെ, പുറത്തുനിന്ന് വന്ന മാങ്ങ, ഇപ്പോൾ ആസ്ട്രേലിയയിൽ ഉത്ഭവിച്ച് അവിടെ നിന്ന് വന്ന മാങ്ങയാണ്. ഇപ്പോൾ ഇതിൻ്റെ നാട്ടിൽ പോയി മറ്റേത് എടുക്കണം എന്നൊന്നും ഇനിയിപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല. സോ ഒറിജിൻ മെയ്ഡ് ഇൻ ഓസ്ട്രേലിയയാണിത്. അപ്പോൾ മൂപ്പ് കുറവുള്ള കാര്യങ്ങളുണ്ടാവും. ഓൾറെഡി നമ്മൾ ഒരു മാർക്കറ്റിൽ വരുമ്പോൾ അത്ര കൊടുക്കുള്ളൂ. അതെ, അപ്പോൾ ചില മാമ്പഴങ്ങൾ അങ്ങനെയാണ്. നമ്മളെ നാട്ടിൽ നിന്ന് അങ്ങനെ തന്നെയാണ്. പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന മാങ്ങ മാർക്കറ്റിൽ ഒരു 80% എത്തുള്ളൂ. എന്നിട്ട് പഴുപ്പിക്കാനാണ്. സോ ബേസിക്കലി ഇനിയിപ്പോൾ ലാസ്റ്റ് ഒറ്റ വാക്കിലൂടെ പറയാൻ പറ്റുകയാണെങ്കിൽ എന്നോട് ഈ മാവ് വെക്കുമെന്ന് വെച്ചാൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതെ, ഞാനും വെച്ചിട്ടുണ്ട്. പക്ഷെ ആ വെച്ചതിൽ നമുക്ക് റിഗ്രറ്റ് പറയാനില്ല. വലിയ വില കൊടുത്ത് വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അതും കൂടെ പറഞ്ഞുതരാം. ഒരു ചെറിയ തൈ വെച്ചാൽ തന്നെ എക്സ്ട്രീംലി വളർച്ചയുള്ള ഭയങ്കര നല്ല വളർച്ച വികറസ് ഗ്രോത്ത് ഉള്ള ഒരു മാമ്പഴം കൂടെയാണിത്. ജംബോ റെഡ് എന്ന് പറഞ്ഞിട്ട് മുൻകാലങ്ങളിൽ വിറ്റ് മാങ്ങ രണ്ടും വെച്ചവരുണ്ട്. ജംബോ റെഡും വെച്ചവരുണ്ട്. ജംബോ റെഡും R2E2 ഏകദേശം ഒന്നാന്നുള്ളത്
മനസ്സിലാക്കിക്കോളൂ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് രണ്ടും ഒന്നും തന്നെ ആവുന്നില്ല. മല്ലിക റേഞ്ചിലേക്കൊന്നും പ്രതീക്ഷിക്കേണ്ട കെൻറ്റിൻ്റെ സീഡ്ലിംഗ് പ്ലാന്റ് ആണ്. പ്ലാന്റ് ആണ് എന്നാണ് പറയുന്നത് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ഈ മാവിനെ കുറിച്ച് പറയാം. ഇത്രയൊക്കെയാണ് നമുക്ക് ഇനിയും കുറേ വിദേശി മാങ്ങളെയും സ്വദേശി മാങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാണ്ട്, മറ്റ് പല പഴങ്ങളും എക്സ്പ്ലോർ ചെയ്യാണ്ട്. കീപ് വാച്ചിങ്. പിന്നാലെ കൂടിക്കോളി. ശരി, ഓക്കെ, വാച്ചിങ്, ബൈ.